അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ റബ്ബിൻ്റെ വിധികളും വിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കുറച്ച് കാലമായി നമ്മൾ ഈ ക്ലാസ് നിർത്തിവെച്ചിട്ട് അതിൻ്റെ ഒരു പ്രയാസമാണ് ഇപ്പം ഉണ്ടായത്. ഞാനാണെങ്കിൽ കമ്പ്യൂട്ടർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഫയലൊക്കെ പോയിരുന്നു, അപ്പോൾ അടയാളം വെച്ചത് പോയി. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വരുന്നത് ഇബാദത്തിൻ്റെ ഇനങ്ങൾ, അള്ളാഹു കൽപ്പിച്ച ഇബാദത്തിൻ്റെ ഇനങ്ങൾ, അൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇഹ്സാൻ. അതിൽ അദ്ദുആ, ഖൗഫ്, റജാ, തവക്കുൽ, റഗ്ബത്ത്, റഹബത്ത്, അൽ ഖുശൂഅ് എന്ന് തുടങ്ങി വിവിധ ഇനങ്ങൾ നമ്മളിവിടെ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഖൗഫിൻ്റെ തെളിവ് നമ്മൾ ഉണർത്തിയിട്ടുണ്ട് അല്ലേ? ഖൗഫ്, ഭയം, അതിൻ്റെയൊക്കെ തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു തൊട്ട് തുടങ്ങുക എന്തായാലും. അപ്പോൾ ദലീലുൽ ഖൗഫി, ഖൗഫ് എന്നാൽ അതിൻ്റെ തെളിവ് അള്ളാഹു പറഞ്ഞു, ഫലാ തഖാഫൂഹും, നിങ്ങൾ അവരെ ഒന്നും ഭയപ്പെടാൻ പാടില്ല. ഷെയ്ത്താൻ്റെ ആളുകൾ, ഷെയ്ത്താന്മാരെ, അവരൊന്നുമല്ല ഭയപ്പെടേണ്ടത്. വഖാഫൂനി, നിങ്ങൾ എന്നെ ഭയപ്പെടണം. ഔലിയാ ഷെയ്ത്താനിനെ നിങ്ങൾ ഭയപ്പെടരുത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ എല്ലാ ഭയവും എന്നിലേക്കാക്കണം എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. അപ്പം ഈ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായിട്ടുള്ള ഭയം, ആ ഭയം അള്ളാഹുവിനോട് മാത്രമേ പറ്റൂ. ഭയം 3 ഇനമുണ്ട് എന്നാണ്. ഒന്ന് ഖൗഫു ഇബാദത്തിൻ വ തഅദീമിൻ വ സിർരിൻ, രഹസ്യമായിട്ടും ഉള്ള ആരാധനയായിട്ടുള്ള മഹത്വപ്പെടുത്തലുള്ള ഭയം. അത് രഹസ്യമായി മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകും, അത് പ്രത്യേകിച്ച് ഇങ്ങോട്ട് കാണുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഭയം, ആരാധനയായിട്ടുള്ള ഖൗഫ്, ഇതാണ് ഒരു ഇനം. രണ്ടാമത്തത് അൽ ഖൗഫു ത്വബീഇയാണ്. അൽ ഖൗഫു ത്വബീഇ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രകൃത്യ ഉണ്ടാകുന്ന ഭയമാണ്. ഉദാഹരണമായിട്ട് ഒരു വന്യമൃഗം നമ്മെ ആക്രമിക്കാൻ വരുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാവും. അത് ജിബില്ലിയാണ്. അത് ഒരു മനുഷ്യൻ്റെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഭയമാണ്. അത് കുഴപ്പമില്ല. ഒന്നാമത്തത് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഭയമാണ്, അഥവാ ഇബാദത്തിൻ്റെ, മഹത്വപ്പെടുത്തലിൻ്റെ, മനസ്സിൻ്റെ ഉള്ളിൽ രഹസ്യമാക്കി സൂക്ഷിക്കുന്ന ഭയം, അത് അള്ളാഹുക്ക് മാത്രം കൊടുക്കേണ്ടതാണ്. മൂന്നാമത്തെ ഇനമാണ് അൽ ഖൗഫുൽ മുഹറം. ഇതാണ് ഇവിടെ അറിയിക്കുന്നത്. ഈ ഭയം, ഇതിൽ പറഞ്ഞ ഒന്നാമത്തെ ഭയം അള്ളാഹിനോട് മാത്രമേ പറ്റൂ. അത് അല്ലാത്തവരോട് നമ്മൾക്ക് ആ ഭയം ഉണ്ടായാൽ അത് മുഹറമായിട്ടുള്ള ഭയമാണ്. അള്ളാഹിനെ ഭയപ്പെടുന്നത് പോലെ നമ്മൾ സൃഷ്ടികളെ ഭയപ്പെടുന്നുവെങ്കിൽ ആ ഭയം അതെന്താണ്? അൽ ഖൗഫുൽ മുഹറം. അപ്പം 3 ഇനാണ്: ഖൗഫു ഇബാദത്തിൻ, അൽ ഖൗഫു ത്വബീഇ, അൽ ഖൗഫുൽ മുഹറം. അപ്പം നമ്മൾ ഇതിൽ 2 ഖൗഫ് പ്രശ്നമല്ല. ഒന്ന് നിർബന്ധമായിട്ടുണ്ടാകേണ്ടതാണ്. അള്ളാഹിനെ ആരാധിക്കുമ്പോൾ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ഒക്കെ നമ്മളുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഭയം, അത് നിർബന്ധമാണ്, എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവണം. അൽ ഖൗഫു ത്വബീഇ പറഞ്ഞാൽ ഓരോ മനുഷ്യനും എന്താണ്, വ്യത്യസ്ത ഘട്ടങ്ങളിൽ അവന് ഭയപ്പെടേണ്ട കാര്യങ്ങളെ ഭയപ്പെടാം. അഥവാ മൃഗങ്ങളെ ഭയപ്പെടാം, തീപിടുത്തം ഉണ്ടാകുമ്പോൾ പേടി ഉണ്ടാവും, ഓടും. അപ്പം ഇങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ഭയം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതിലൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അൽ ഖൗഫുൽ മുഹറം, അഥവാ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ആരും ഭയപ്പെടരുത്. ഇതാണ് ഫലാ തഖാഫൂഹും, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. വഖാഫൂനി,
നിങ്ങൾ എന്നെ ഭയപ്പെടണം. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. നമ്മളെ മനുഷ്യന്മാരിൽ കൂടുതൽ ആളുകൾക്ക് സൃഷ്ടികളെയാണ് പേടി, അള്ളാഹിനെ പേടി കുറവാണ്. അത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എന്തെങ്കിലും അസുഖം വരുമ്പോഴേക്ക് അള്ളാഹു പറഞ്ഞ രൂപത്തിൽ ചികിത്സിക്കുക, പ്രാർത്ഥിക്കുക. ഇതിനപ്പുറം ചരട് കെട്ടലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെ എന്താണ്, അവർക്ക് എന്താണ് അള്ളാഹുവിൽ ഒരു വിശ്വാസമല്ല, അവർക്ക് എന്താണ് രോഗം വരുമ്പോഴേക്ക് പേടിയാകാണ്. അതേപോലെ നൂല് കെട്ടി അവർ നടക്കുമ്പോൾ നൂല് നഷ്ടപ്പെടും എന്നുള്ള പേടിയുണ്ട്. അതേപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭയങ്ങൾ അവരെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് പോലെ ഒരു സൃഷ്ടിയെയും നമ്മൾക്ക് ഭയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നുള്ള വലിയൊരു പാഠം. അത് ശത്രുക്കളാണെങ്കിലും, നമ്മളെ എതിർക്കുന്ന നമ്മുടെ ശത്രുക്കളാവട്ടെ, നമ്മെ നന്നായിട്ട് ദ്രോഹിക്കുന്ന ആളുകളാവട്ടെ, അവരെ എന്ത് ചെയ്യരുത്, അള്ളാഹുവിനെ പേടിക്കുക, അള്ളാഹുവിനോട് ചോദിക്കുക. അവരെ എന്താണ് ഒന്നടങ്കം ഭയപ്പെട്ട് നമ്മൾ നിരാശരായി ടെൻഷനായി നിന്നിട്ട് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. അള്ളാഹുവിനെ ശരിക്കും ഭയപ്പെട്ട് ജീവിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അള്ളാഹ് തന്നെ എളുപ്പമാക്കി തരും. ഇനി ദലീലു റജാഇ, റജാഇന്റെ തെളിവ് ഖൗലുഹു തആല, അള്ളാഹുവിന്റെ വചനമാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, ആര് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെ ആഗ്രഹിക്കുന്നുവോ പ്രതീക്ഷിക്കുന്നുവോ, ഫല്യഅമൽ അമലൻ സ്വാലിഹൻ, അവൻ എന്ത് ചെയ്യട്ടെ, സൽക്കർമ്മം പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തൻ്റെ റബ്ബിനുള്ള ഇബാദത്തിൽ അവൻ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ എന്നാണ്. റജാ എന്ന് പറഞ്ഞ പ്രതീക്ഷയാണ്. അപ്പോൾ അള്ളാഹുവിലാണ് സകല പ്രതീക്ഷകളും നമ്മൾ അർപ്പിക്കേണ്ടത്. അള്ളാഹിനെ നാളെ കണ്ടുമുട്ടണം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകൾ ആ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ എന്നാണ്. അപ്പൊ ആ പ്രതീക്ഷ മനസ്സിലിങ്ങനെ നിലനിർത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, കുറേ നന്മകൾ ചെയ്യുക. ജീവിതത്തിന്റെ അവസാനം വരെ എന്ത് ചെയ്യുക, ഫല്യഅമൽ അമലൻ സ്വാലിഹൻ, അവൻ സൽക്കർമ്മങ്ങൾ ചെയ്യട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, അള്ളാഹുവിന് തൻ്റെ റബ്ബിനുള്ള ഇബാദത്തിൽ ഒന്നിലും അവൻ പങ്കു ചേർക്കാതിരിക്കട്ടെ എന്നാണ്. ഇതൊരു വലിയ പ്രതീക്ഷയാണ്, ജീവിതകാലം മുഴുവൻ പ്രതീക്ഷ. നാളെ ഈ മരണത്തിന് ശേഷം റബ്ബിനെ കണ്ടുമുട്ടണം എന്നുള്ള ആ ഒരു പ്രതീക്ഷയെക്കുറിച്ചാണ് ഇവിടെ അറിയിക്കുന്നത്. അപ്പൊ റജാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ എന്ത് ചെയ്യുക, നമ്മൾ അള്ളാഹുവിൽ നിന്നാണ് എല്ലാ ഗുണങ്ങളും വരുന്നത് എന്ന് പ്രതീക്ഷിക്കാം. ദോഷങ്ങൾ നീങ്ങുന്നതും അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ചാണ് എന്നുള്ള ആ വിശ്വാസം നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ റജാ എന്ന് പറഞ്ഞ എന്താ, ത്വമഉൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ്. ഫി അംറിൻ ഖരീബിൽ മനാൽ, ഇത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഫി അംറിൻ ഖരീബിൽ മനാൽ, അടുത്ത സമയത്ത് തന്നെ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാം, അവന്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് റജാ. വഖദ് യകൂനു ഫീ ബഈദിൽ മനാൽ, ചിലപ്പോൾ അത് കിട്ടുന്നത് കുറച്ച് വൈകിട്ടായിരിക്കും. ബഈദിൽ മനാൽ പറഞ്ഞാൽ കിട്ടൽ കുറച്ച് വൈകി പോകും, ദൂരമായി നിൽക്കും. തൻസീലൻ ലഹു മുനസ്സലത്തുൽ ഖരീബ് എന്നാണ് ഇതിന്റെ വിശദീകരണത്തിൽ നമ്മൾക്ക് അറിയിച്ചത്. ഒരു പക്ഷേ വേഗം എന്താവും, ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കിട്ടും. ചിലതോ പ്രതീക്ഷ കുറച്ചുകൂടി പ്രതീക്ഷിക്കും, പക്ഷെ കുറെ കഴിഞ്ഞിട്ടാണത് കിട്ടുക. അപ്പോ വറജാഉ അൽ മുതദമ്മിനു ലിദ്ദുല്ലി വൽ ഖുദൂഇ, ഇതാണ് ഇനി ഇവിടെ പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഭാഗം. നമ്മൾ വിനയവും താഴ്മയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതീക്ഷ, ലാ യകൂനു ഇല്ലാ ലില്ലാഹി സുബ്ഹാനഹു വ തആല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. വസർഫുഹു ലിഗൈരില്ലാഹി സുബ്ഹാനഹു വ തആല ശിർകുൻ അക്ബർ, അത് ആ രൂപത്തിൽ അല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്താൽ അതിന്റെ പേര് ശിർകുൻ അക്ബറാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കാം. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു പണക്കാരൻ്റെ അടുത്ത് നിന്ന് പൈസക്ക് പോകണം. ആ പൈസ നമ്മൾ കടോ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര വിനയവും താഴ്മയും ഒക്കെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് പറ്റൂല. അങ്ങനെ കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എന്താണ് വിനയവും താഴ്മയും കാണിക്കുന്നത് പോലെ ആരുടെ മുമ്പിലും കാണിക്കാൻ പറ്റൂല. അതാണ് പറയുന്നത് വറജാഉൽ മുതദമ്മിനു ലിദ്ദുല്ലി വൽ ഖുദൂഇ, താഴ്മയും വിനയവും അങ്ങേയറ്റം ആക്കിക്കൊണ്ട് ഉള്ള പ്രതീക്ഷ ലാ യകൂനു ഇല്ലാ ലില്ലാഹ്, അത് അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ.
വസർഫുഹു ലിഗൈരില്ലാഹി സുബ്ഹാനഹു വതആല ശിർകുൻ അക്ബർ. അത് അല്ലാത്തവർക്ക് ആ നിലക്ക് എന്താണ് കീഴ്പ്പെട്ട് താഴ്മയോട് കൂടി വണങ്ങി നിൽക്കല് അത് ശിർകുൻ അക്ബറാണ്, അത് പറ്റില്ല എന്നാണ് അറിയിക്കുന്നത്. ഇനി നോക്കുക, റജാഉൽ മഹ്മൂദു, ഈ സ്തുത്യർഹമായിട്ടുള്ള പ്രതീക്ഷ ലാ യകൂനു ഇല്ലാ ലിമൻ അമില ബിതൗഅത്തില്ലാഹ്, അത് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് അമൽ ചെയ്യുന്ന ആൾക്കല്ലാതെ ഉണ്ടാകൂല. ശരിക്കുള്ള ഈ പ്രതീക്ഷ റജാ, അത് അനുവദനീയമായിട്ടുള്ള റജാ, അത് ഇല്ല ലിമൻ അമില ബിതൗഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ട് അമൽ ചെയ്യുന്നവർക്ക് മാത്രം ഉണ്ടാകുന്നതാണ്. വറജാ സവാബഹ, അതിന്റെ കൂലി ആഗ്രഹിക്കുന്നവർക്കും മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് എന്തുണ്ടാവില്ല, ഈ പ്രതീക്ഷ ഉണ്ടാകൂല, ഈ റജാ ശരിക്കും ഉണ്ടാവില്ല. ചിലവർ എന്താണ്, കുറെ പ്രവർത്തിക്കും പിന്നെ കുറച്ചായിട്ട് നിർത്തും. കാരണം എന്താ, എനിക്കൊരു ഗുണം കിട്ടിയില്ല. കുറെ പ്രാർത്ഥിക്കും പിന്നെ പ്രാർത്ഥന നിർത്തും. പക്ഷേ ഈ റജാ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ അള്ളാഹിനെ അനുസരിച്ചു കൊണ്ടുള്ള അമലുകൾ കൂടുതൽ ചെയ്യണം. അതിന്റെ കൂലി ആഗ്രഹിച്ചു കൊണ്ടേ ഇരിക്കുന്ന ആൾക്കാണ് ഉണ്ടാവുക എന്നാണ് അറിയിക്കുന്നത്. അപ്പൊ ഈ റജാഇനെ ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കുക. റജാ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. നമ്മൾ സകല കാര്യങ്ങളും പ്രതീക്ഷ വെക്കേണ്ടത് ആരിലാണ്? അള്ളാഹുവിലാണ്. എന്ത് കാര്യങ്ങൾ, പിന്നെ നമ്മൾക്ക് ചില കാരണങ്ങൾ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ജീവിക്കാൻ അല്ല പൈസ വേണം, അല്ല നമുക്ക് റിസ്ക് തരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആ റിസ്ക് അല്ല തരും പ്രതീക്ഷിച്ചിരിക്കാൻ പറ്റില്ല. നമ്മൾ ഓരോന്നിൻ്റെയും ഇത്തിഹാദുൽ അസ്ബാബ്, കാരണങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ചെയ്യുകയും വേണം. അതിന് ശേഷമുള്ളത് എന്ത് ചെയ്യാം, അള്ളാഹുവിലേക്ക് നമ്മൾ റജാ അർപ്പിക്കാൻ പറ്റും. പിന്നെ വദലീലു തവക്കുലി ഖൗലുഹു തആല, അതിന്റെ മത്നില് നമ്മൾ കാണാൻ സാധിക്കും വദലീലു തവക്കുലി, തവക്കുലിന്റെ തെളിവ് ഖൗലുഹു തആല, അള്ളാഹുവിന്റെ വചനമാണ്. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ, അള്ളാഹുവിൽ നിങ്ങൾ തവക്കുലാക്കുക, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ, നിങ്ങൾ മുഅ്മിനുകളാണെങ്കിൽ അള്ളാഹുവിൽ തവക്കുലാക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പം മുഅ്മിനുകളുടെ ഒരു ഗുണമാണ് എന്ത്, തവക്കുൽ. വിശ്വാസികളുടെ ജീവിതത്തിലാണ് തവക്കുൽ അഥവാ ഭരമേൽപ്പിക്കൽ ഉണ്ടാകുക. വിശുദ്ധ ഖുർആനിൽ വീണ്ടും പറയുന്നു വഖൗലുഹു വമൻ യതവക്കൽ അലല്ലാഹ്, ആര് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ ഫഹുവ ഹസ്ബുഹു, അവൻ അള്ളാഹു മതിയായവനാണ്. എന്ത് കാര്യവും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവനെ അള്ളാഹു മതിയായവനാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. അവിടെ എന്തായി, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു തുണയായി. ഭയങ്കരമായിട്ടുള്ള സഹായം, അള്ളാഹു മതിയായവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർ ആരുണ്ടോ അവർക്ക് അള്ളാഹു മതിയായവനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് അറിയിച്ചു തരുന്നത്. അപ്പൊ എന്താ ഈ തഅരീഫ്, ഇതിന്റെ തവക്കുലിന്റെ തഅരീഫ്? അത്തഅരീഫ് അത് ലുഗതൻ അത്തവക്കുലു അല ശൈഇ ഹുവൽ ഇഅ്തിമാദു അലൈഹി, ഒരു കാര്യത്തിൽ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അവലംബിക്കുക എന്നാണ് അർത്ഥം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ എനിക്ക് എന്താണ് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അപ്പൊ സാധനങ്ങൾ വാങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ എന്തുണ്ട്, കുറച്ച് ക്യാഷ് ഉണ്ട്. ഞാൻ ആ ക്യാഷിനെ അവലംബിച്ച് നിൽക്കുക, അതിനെ വരമേൽപ്പിച്ച്. ഈ ഇഅ്തിമാദ് അതാണ് ഭാഷാപരമായിട്ട് തവക്കുൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് സാധനം വാങ്ങാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നാണ് വിചാരിച്ചത്, എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അങ്ങനെ കടയിൽ ചെല്ലുകയാണ്. അപ്പൊ ഈ ഒരു ധൈര്യത്തിലാണ്, ഈ ഒരു ബലത്തിലാണ് കടയിലേക്ക് പോകുന്നത്. പൈസ ഇല്ലെങ്കിലോ അടുക്ക് നമ്മൾ പോകൂല. അപ്പൊ ഇഅ്തിമാദ് അലൈഹിയാണ് അതിനെ അവലംബിക്കുക, ഓരോ സാധനത്തെയും ഓരോ കാര്യത്തെയും അവലംബിക്കുക. എന്നാൽ ശർഈയായിട്ട് മതപരമായിട്ട് ഇതിന്റെ അർത്ഥം, ഇതിന്റെ നിർവചനം ഹുവ സിദ്ഖുൽ ഇഅ്തിമാദി അലല്ലാഹ്, അള്ളാഹുവിൽ എന്ത് ചെയ്യുക, അവലംബിക്കുന്നത് സത്യമാക്കുക, അള്ളാഹുവിൽ വരമേൽപ്പിക്കൽ സത്യമാക്കുക. മഅത്തിഖത്ത് ബിഹി, അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിച്ചുകൊണ്ട്. വൽ അഖ്ദ് ബിൽ അസ്ബാബിൽ മശ്റൂഅ, മതപരമായി നിയമമാക്കപ്പെട്ട കാരണങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ അവലംബിക്കുന്നതിനെ സത്യപ്പെടുത്തുക. ഇത്രയുണ്ട് അതിന്റെ അർത്ഥം. തവക്കുൽ എന്നതിന്റെ അർത്ഥം പോയി പറയുന്നത്. അഥവാ ഹുവ സിദ്ഖുൽ ഇഅ്തിമാദി അലല്ലാഹി മഅത്തിഖത്തി ബിഹി വൽ അഖ്ദ് ബിൽ അസ്ബാബിൽ മശ്റൂഅ. അതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ അവലംബിക്കുന്നതിൽ സത്യസന്ധത പാലിക്കുക. തവക്കൽതു അലല്ലാഹ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അത് വെറുതെ പറഞ്ഞാൽ പോരാ, സംശയത്തോടെ പറഞ്ഞാൽ പോരാ, സത്യസന്ധമായിട്ട് പറയണം. അതാണ് എന്ത്, ഇതിന്റെ ഒന്നാമത്തെ ഭാഗം. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലിനെ എന്ത് ചെയ്യുക, അതിൽ സിദ്ഖ് കാണിക്കുക, സത്യപ്പെടുത്തുക.
മഅത്തിഖതി ബിഹി, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഞാൻ പോകുമ്പോൾ അള്ളാഹു എന്നെ സഹായിക്കും, അള്ളാഹു വരമേൽപ്പിക്കാൻ മതിയായവനാണ്, ആ ഒരു ഉറച്ച വിശ്വാസം അവന്റെ ഉള്ളിൽ ഉണ്ടാകുക. വൽ അഖ്ദി ബിൽ അസ്ബാബിൽ മശ്റൂഅ, മൂന്നാമത്തെ കാര്യം എന്ത് ചെയ്യുക, മതപരമായി പഠിപ്പിക്കപ്പെട്ട അസ്ബാബുകൾ, കാരണങ്ങൾ ചെയ്യുക. ഇപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അള്ളാഹുവിൽ വരമേൽപ്പിച്ച പോകണം, അതുകൊണ്ട് വീട് പൂട്ടണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ പറ്റില്ല. വീട് പൂട്ടൽ എന്താണ്? അത് സബബാണ്, നമ്മൾക്ക് സുരക്ഷയ്ക്കുള്ള സബബ്. പൂട്ടിയതിന് ശേഷം നമ്മൾ പോവുക, അതിനുശേഷമുള്ളത് എന്ത് ചെയ്യും? അള്ളാഹു ആ കാരണങ്ങളൊക്കെ ചെയ്തതിന് ശേഷമുള്ളത് അള്ളാഹുൽ വരമേൽപ്പിക്കുക. അങ്ങനെയാണ് വരമേൽപ്പിക്കാൻ പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ പാലിക്കണം. ഒന്നുകൂടി പറയാം. സിദ്ഖുൽ ഇഅ്തിമാദി അലല്ലാഹ്, അള്ളാഹുവിൽ അവലംബിക്കൽ, വരമേൽപ്പിക്കുന്നതിൽ സത്യസന്ധത പാലിക്കുക. മഅത്തിഖതി ബിഹി, അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട്. വൽ അഖ്ദി ബിൽ അസ്ബാബിൽ മശ്റൂഅ, മതപരമായിട്ടുള്ള സബബുകളെ, കാരണങ്ങളെ സ്വീകരിച്ചു കൊണ്ടായിരിക്കണം ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ ധാരാളം ആയത്തുകൾ തവക്കുലുമായി ബന്ധപ്പെട്ടു. തവക്കുൽ ചെയ്തവർക്ക് അള്ളാഹ് മതി. എന്താണ് തവക്കുൽ ചെയ്ത ആളുകൾക്ക് അള്ളാഹു ഒരുപാട് ഓപ്പണിങ്സ്, ഒരുപാട് മാർഗങ്ങൾ അവന് തുറന്നു കൊടുക്കും എന്നൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ കാര്യങ്ങൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അടുത്ത വിഷയം വദലീലു റഗ്ബത്തി വറഹ്ബത്തി വൽ ഖുശൂഇ, ഈ 3 കാര്യങ്ങൾ. റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ ആഗ്രഹമാണ്, റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ ഭയം ആണ്, അഥവാ അത് വിശദീകരിക്കും. വൽ ഖുശൂഉ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയഭക്തിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ഇതില് അതിന്റെ തെളിവുകളാണ് ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നല്ല അള്ളാന്റെ അടിമകളെ കുറിച്ച് പറയാനെന്തേ, അവര് യുസാരിഊന ഫിൽ ഖൈറാത്തി, നന്മകളിൽ മത്സരിക്കുന്ന, വേഗത്തിൽ പോകുന്ന ആൾക്കാരായിരുന്നു. വയദഊനന, അവർ നമ്മോട് പ്രാർത്ഥിക്കും. അള്ളാഹു പറയാം, റഗബൻ വറഹബൻ, ആഗ്രഹം കൊണ്ടും ഭയം കൊണ്ടും, സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടും നരകത്തെ ഭയന്നുകൊണ്ടും. വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മളോട് എന്താണ്? ഖാശിഈങ്ങൾ, ഖുശൂ ഉള്ള ആൾക്കാരായിരുന്നു, ഭയഭക്തിയുള്ള, ഹൃദയത്തിൽ അള്ളാഹനെ പേടിയുള്ള ആളുകളായിരുന്നു. അപ്പൊ എന്താ റഗ്ബത്ത് എന്ന് പറഞ്ഞാല്? അർ റഗ്ബത്തു മഹബ്ബത്തുൽ വുസൂലി ഇല ശൈഇൽ മഹ്ബൂബി എന്നതിന്റെ അർത്ഥം. റഗ്ബത്ത് എന്ന് പറഞ്ഞാല് ഒരാളെ ഇഷ്ടപ്പെടാൻ എന്ത്? അവൻ ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ അവൻ ആഗ്രഹിക്കുക. അതിനാണ് റഗ്ബത്ത് എന്ന് പറഞ്ഞത്. നമ്മളെ പറഞ്ഞിട്ടുണ്ട് തർഗീബ് വത്തർഹീബ് പറഞ്ഞ പുസ്തകങ്ങളുണ്ട്. തർഗീബ് വത്തർഹീബ്, സഹീഹ് തർഗീബ് വത്തർഹീബ് കേട്ടില്ലേ? അതെന്താ? ഹദീസുകൾ ക്രോഡീകരിച്ചതാണ്. തർഗീബ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം ജനിപ്പിക്കുക, സ്വർഗത്തെ പറഞ്ഞിട്ട് അനുഗ്രഹങ്ങളും കൂലികളും പ്രതിഫലങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ആഗ്രഹം ഉണ്ടാക്കുക. തർഹീബ് എന്ന് പറഞ്ഞാൽ എന്താ? നരകത്തിന്റെ ഭീകരതകളും ശിക്ഷകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുക എന്നാണ്. അതിനാണ് ഇർഹാബൊക്കെ ഉണ്ടാകുന്നത്. ശരിക്കും ഇർഹാബ് പറഞ്ഞാൽ എന്താ? ടെററിസം അല്ലേ? ഇർഹാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഭയപ്പെടുത്തുക, മനുഷ്യന്മാരെ ഭയപ്പെടുത്തുക. അത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല, നമുക്കറിയാലോ. ഇവിടെ ഖുർആനില്, അത് ഹദീസില് തർഗീബ് തർഹീബ് വന്നത് എന്താണ്? തർഗീബ് പറഞ്ഞാൽ സ്വർഗം ആഗ്രഹിപ്പിക്കുക, തർഹീബ് പറഞ്ഞാലോ നരകം എന്ന വലിയ ഭീകരമായിട്ടുള്ള കേന്ദ്രത്തെ ഭയപ്പെടുത്തുക. അതാണ് ഇവിടെ അറിയിക്കുന്നത്. അപ്പൊ റഗ്ബത്ത് എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യത്തിലേക്ക് എത്താൻ അവൻ ആഗ്രഹിക്കുക, ഇഷ്ടപ്പെടുക. റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖൗഫുൽ മുസ്മിറു ലിൽ ഹറബി മിനൽ മുഖവ്വിഫ്, ഏതൊരു സാധനമാണോ നമ്മെ ഭയപ്പെടുത്തുന്നത്, ആ ഭയപ്പെടുത്തുന്ന കാര്യത്തിൽ നിന്ന് ഓടിപ്പോകാൻ കാരണമാകുന്ന തരത്തിലുള്ള ഭയം. ഇപ്പൊ ഉദാഹരണമായിട്ട് റഹ്ബത്ത് എന്ന് പറഞ്ഞാൽ നരകം, അതിനെക്കുറിച്ച് അറിയുന്ന ആൾ ആരും അതിന്റെ പിന്നാലെ പോകില്ല, അവിടുന്ന് വേഗം എന്ത് ചെയ്യും? രക്ഷപ്പെടും. അതേപോലെ ഹറബ് അഥവാ ഹുറൂബ്, മനുഷ്യൻ പേടിച്ചോടിപ്പോകാൻ കാരണമാകുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ആ ഭയത്തിന് പ്രത്യേകമായി പറയുന്ന പേരാണ് അർ-റഹ്ബത്ത്. മനസ്സിലായില്ലേ? അൽ ഖൗഫു അൽ മുസ്മിറു ലിൽ ഹറബി മിനൽ മുഖവ്വിഫ് ഫഹിയ ഖൗഫൻ മഖറൂനൻ ബിഅമലിൻ, അത് ഒരു അമലിന്റെ കൂടെ വരുന്ന ഭയമാണ്, അഥവാ പേടി. ഖൗഫ് പറഞ്ഞ സാധാരണ പേടി, എല്ലാ പേടിക്കും ഖൗഫ് എന്ന് പറയും. പക്ഷെ റഹബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റഹബത്ത് എന്ന പേടിനോടൊപ്പം ഒരു അമലുണ്ടാവും. ആ അമലെന്താ? അവിടുന്ന് രക്ഷപ്പെടുക, ആ പേടിക്കുന്ന സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യുക? ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ അവിടുന്ന് അവൻ എന്ത് ചെയ്യുക? മുക്തി നേടുക. ഇതാണ്. അപ്പൊ റഹബത്ത് പറഞ്ഞാൽ ഖുശൂഉ പറഞ്ഞാൽ എന്താ? അദ്ദുല്ലു വത്തഖാമുനു ലിഅളമത്തില്ലാ, അത്
അള്ളാഹുവിൻ്റെ മഹാത്മ്യത്തെ എന്താണ് മനസ്സിലാക്കിക്കൊണ്ടുള്ള വിനയവും കീഴ്വഴക്കവുമാണ്. അള്ളാഹിനെ പേടിച്ചു കൊണ്ടുള്ള ദുല്ല്, അങ്ങേയറ്റം എന്താണ് നിസാരനാകുക അള്ളാഹിന്റെ മുമ്പിൽ. ബിഹൈതു ലാ യസ്തസ്ലിമു ലിഖളാഇഹിൽ കൗനിയി വശർഈ, അവന് എന്താകും അള്ളാഹുവിൻ്റെ പ്രാപഞ്ചികവും മതപരവുമായിട്ടുള്ള എല്ലാ വിധിയിലും അങ്ങേയറ്റം സമർപ്പണം കീഴ്പ്പെട്ടുകൊണ്ട് അവനെന്ത് ചെയ്യാം, എല്ലാം എന്ത് വന്നാലും അള്ളാഹ് എന്നുള്ള ആ ഒരു ചിന്ത വരിക, അള്ളാഹുവിനെ പേടിക്കാം, അള്ളാഹുൽ ഭയഭക്തി ഉണ്ടാകുക. അതിന് പറയുന്ന പേരാണ് അൽ ഖുശൂഅ്. അപ്പൊ ഈ 3 കാര്യങ്ങളും അള്ളാഹുവിനെ മാത്രം ആക്കുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നിശ്ചയമായിട്ടും അവര് നല്ല കാര്യങ്ങളിൽ മുന്നേറുന്ന മത്സരിക്കുന്ന ആളുകളായിരുന്നു. വയദ്ഊനനാ റഗബൻ വറഹബ, അവർ ഭയത്തിലും അതേപോലെ താല്പര്യം ആഗ്രഹത്തിലുമെല്ലാം നമ്മോട് പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു. വകാനൂ ലനാ ഖാശിഈൻ, അവർ നമ്മോട് ഭയഭക്തിയുള്ള ആളുകളുമായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇബാദത്താണ്, ഇതൊക്കെ ഇബാദത്തിന്റെ ഇനങ്ങളാണ്. അതിനെ എന്ത് ചെയ്യണം, ആ നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇബാദത്തുകൾ കുറേ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ആളെത്തും പോയി എന്ത് ചെയ്യണം, തല കുനിക്കുക, റുകൂ ചെയ്യുക, സുജൂദ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര തെറ്റാ. അള്ളാഹിന്റെ മുമ്പിൽ ചെയ്യാനതാ സുജൂദ്. കീഴ്വണക്കത്തിന്റെ ദുല്ലിന്റെ ഖുശൂഇന്റെ എന്താണ് അടയാളങ്ങളാണ് സുജൂദ്. അതിന്റെ എന്താണ് ശിആറുകളാണ്. അത് ഖബറിന്റെ അടുത്ത് പോയിട്ടും വലിയ ആൾക്കാരടുത്ത് പോയിട്ടൊക്കെ എന്താണ് സുജൂദ് ചെയ്യലും റുകൂ ചെയ്യലും ഒക്കെ ഉണ്ടായാൽ, തല കുനിക്കൽ ഉണ്ടായാൽ അതൊന്നും എന്തല്ല പറ്റില്ല എന്നുള്ള പാഠം കൂടി ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ നേടിയെടുക്കണം. ഇനി നോക്കൂ, വദലീലുൽ ഖശിയത്തി ഖൗലുഹു തആല, ഖശിയത്തിന്റെ തെളിവ്. ഖശിയത്ത് എന്ന് പറഞ്ഞാൽ അതും ഭയഭക്തി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. ഭയം, അള്ളാഹുവിലുള്ള എന്താണ് പേടി. അപ്പൊ ഇത് അതിന്റെ തെളിവ് വിശുദ്ധ ഖുർആൻ അറിയിക്കുന്ന ഫലാ തഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. വഖ്ശൗനി, നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടണം എന്നാണ് വിശുദ്ധ ഖുർആൻ അറിയിക്കുന്നത്. ഈ ഖശിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് ഹിയൽ ഖൗഫുൽ മബ്നിയു അലൽ ഇൽമി, ഒരു വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഖൗഫിനാണ് ഖശിയത്ത് എന്ന് പറയാം. അറിവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന എന്താണ് പേടി, ഭയം, അതിനാണ് ഖശിയത്ത് എന്ന് പറയാം. ഇവിടെ എന്താണ് ഇൽമ്? ബിഅലമതി മൻ യഖ്ശാഹു വകമാലി സുൽത്താനിഹി, ആരെയാണോ ഭയപ്പെടുന്നത് ആ ഭയപ്പെടുന്നവന്റെ അലമത്ത് മഹാത്മ്യം, വകമാലി സുൽത്താനിഹി, അവന്റെ എന്താണ് ആധിപത്യത്തിന്റെ പരിപൂർണത, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭയപ്പെടുന്നത്. അങ്ങനെ ഭയപ്പെടുന്നതിന്റെ പേരാണ് ഖശിയത്ത്. ഇത് വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഈ ഖശിയത്ത്, ഈ ഖുശൂഅ്, ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആർക്കും വകവെച്ച് കൊടുക്കാൻ പറ്റും. കാരണം എന്താ, അളമത്ത് ഉള്ളത് ആർക്കാ? അള്ളാഹുവിനാണ്. അവനാണ് അൽ അലീം, അങ്ങേയറ്റം മഹത്വമുള്ള എന്താണ് ആള് അള്ളാഹു മാത്രമാണ്. വകമാലി സുൽത്താനിഹി, അതേപോലെ ആധിപത്യം പരിപൂർണമായിട്ടുള്ളതും അള്ളാഹു മാത്രമാണ്. അപ്പൊ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ പേരുകളാണ് ഇതൊക്കെ, അൽ ഖശിയത്ത്. അപ്പം അറിവ്, അള്ളാഹുവിൻ്റെ കഴിവും കേൾപ്പും അവന്റെ ആധിപത്യമൊക്കെ അറിഞ്ഞുകൊണ്ട് ഭയപ്പെടുന്നതിന് പറയുന്ന പേരാണ് അൽ ഖശിയത്ത്. ആ ഖശിയത്തിനെ കുറിച്ചാണ് പറയുന്നത് വിശുദ്ധ ഖുർആൻ. ഫലാ തഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടരുത്. വഖ്ശൗനി, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടണം എന്നുള്ളത്. അപ്പൊ ഇനി അടുത്തതോ വദലീലുൽ ഇനാബത്തി ഖൗലുഹു തആല, ഇനാബത്ത് അതിന്റെ തെളിവ് ഖൗലുഹു തആല, അള്ളാഹുവിന്റെ വചനമാണ്. എന്താ ഇനാബത്ത്? അത് നമ്മൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. വ അനീബു ഇലാ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക. വ അസ്ലിമൂ ലഹു, നിങ്ങൾ അവന് കീഴ്പ്പെടുകയും ചെയ്യുക. വ അസ്ലിമൂ ലഹു, നിങ്ങൾ അവനെ കീഴ്പ്പെടുകയും ചെയ്യുക. എന്നാൽ ഇനാബത്ത് എന്ന് പറഞ്ഞാൽ അർറുജൂഉ ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങലാണ്, അള്ളാഹുവിലേക്കുള്ള മടക്കം. ഒരുപാട് വഴി തെറ്റി സഞ്ചരിച്ചു, പക്ഷേ ആ മനുഷ്യന് കാര്യങ്ങൾ മനസ്സിലായി. ആ സന്ദർഭത്തിൽ അവൻ അർറുജൂഉ ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. അതിനാ ഇനാബത്ത്, ഖേദിച്ചു മടങ്ങുക എന്നാണ് മലയാളത്തിൽ നമ്മൾ ഇതിന് അർത്ഥം പറയാറുള്ളത്. അൽ ഇനാബത്ത് അർറുജൂഉ ഇലല്ലാഹി തആല ബിൽ ഖിയാമി ബിതഅതിഹി വജ്തിനാബി മഅസിയതിഹി. 2 കാര്യങ്ങൾ അതോടൊപ്പം ചെയ്യണം. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പോൾ ചെയ്യാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിനനുസരിച്ച് അമൽ ചെയ്യുക, അള്ളാഹുവിനെ ധിക്കരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കുക. ഈ കാര്യങ്ങൾ അതാണ് അനീബു ഐ ഇർജിഉ ഇലാ റബ്ബിക്കും വ അസ്ലിമു,
അതേപോലെ തന്നെ നിങ്ങൾ റബ്ബിലേക്ക് മടങ്ങുന്നതോടൊപ്പം അവന് കീഴ്പ്പെടുക. ഐ തുസല്ലിം അംറക ലില്ലാഹ് സുബ്ഹാനഹു വ തആല, നിന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന് സമർപ്പിക്കുക. ലിഅന്നക അബ്ദു, കാരണം നീ ഒരു അടിമയാണ്. വൽ അബ്ദു ലാ ബുദ്ദ അൻ യുസല്ലിമ ലിസ്സയ്യിദി, അടിമ അവന്റെ എല്ലാ കാര്യങ്ങളും അവന്റെ യജമാനന് സമർപ്പിക്കണം. വസ്സയ്യിദു ഹുവല്ലാഹ്, ഇവിടുത്തെ സയ്യിദ് ആരാ? അല്ലാഹുവാണ്. കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അസ്സയ്യിദു അല്ലാഹ്, ഈ പ്രപഞ്ചത്തിന്റെ സയ്യിദ് യജമാനൻ അത് അല്ലാഹുവാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോ ഇതിൽ പറഞ്ഞു വരുന്നത് നമ്മൾ അല്ലാഹുവിലേക്ക് ഏരിച്ചു മടങ്ങും, നന്മകൾ ചെയ്തുകൊണ്ടും തിന്മകൾ ഒഴിവാക്കിക്കൊണ്ടും. ഈ മടക്കം അള്ളാഹുവിലേക്കാണ് ഉണ്ടാകേണ്ടത്. അൽ ഇനാബത്ത്, ഖേദിച്ച് മടങ്ങൽ. നമ്മൾ ആരുടെയും സൃഷ്ടികളുടെ മുമ്പിൽ എന്ത് ചെയ്യേണ്ട? ഖേദിച്ച് മടങ്ങണ്ട. ഞാൻ അങ്ങനെ ചെയ്തു പോയി, അത് ഈ സൃഷ്ടികളെ മുമ്പിൽ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ ഖേദിച്ച് മടങ്ങണം, പറയണം. അതോടൊപ്പം അള്ളാഹുവിന് സകലതും എന്ത് ചെയ്യണം? നമ്മൾ സമർപ്പിക്കുകയും ചെയ്യണം. നമ്മളുടെ ജീവിതം അള്ളാഹ്ക്ക് എന്ത് ചെയ്യുക? വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? പ്രഖ്യാപിക്കുന്ന രൂപത്തിൽ നമ്മൾ സമർപ്പിക്കുന്നവരാകണം. ഇതാണ് അൽ ഇനാബത്ത്, ഖേദിച്ചു മടങ്ങുക എന്നതിൻ്റെ തെളിവും അതിൻ്റെ വിശദീകരണവും. ഇനി വദലീലുൽ ഇസ്തിആനത്തി, ഇസ്തിആനത്തിന്റെ തെളിവ് ഖൗലുഹു തആല, അള്ളാഹുവിന്റെ വചനമാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇസ്തിആനത്ത് അത് ഇബാദത്താണ്, അത് അള്ളാഹ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതിന്റെ തെളിവാണ് നമ്മളെന്നും നമ്മൾക്കറിയുന്ന, നമ്മൾ ഓതുന്ന നിസ്കാരത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ ചൊല്ലുന്ന ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. വ ഇയ്യാക, നിന്നോട് മാത്രം നസ്തഈൻ, ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു എന്ന്. അപ്പൊ ഇത് തെളിവ് നമ്മൾക്ക് അറിയുന്നതാണ്. വഫിൽ ഹദീഥി, ഇതിന് തെളിവ് ഹദീസിൽ കാണാം. ഇദസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം ചോദിക്കണം. ഇദസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം ചോദിക്കുക. ഇത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തൊരു ഉപദേശത്തിൽപ്പെട്ട ഭാഗമാണ്. ഇദസ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്, നീ എന്തെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോടാണ് നീ ആദ്യം ചോദിക്കേണ്ടത്, അള്ളാഹുവിനോട് അത് ചോദിക്കുക. ഇസ്തിആന പറഞ്ഞാൽ എന്താ? തൊലബുൽ ഔൻ, സഹായം അർത്ഥിക്കുക എന്നാണ് ഇസ്തിആനയുടെ അർത്ഥം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. ഫി ഹാദിഹിൽ ആയ, ഈ ആയത്തിലുണ്ട് തഖദീമു മാ മിൻ ഹഖ്ഖിഹി തഅഖീർ വഹാദാ യദുല്ലു അലൽ ഹസ്ർ, യഅനി ലാ നഅ്ബുദു ഇല്ലാ ഇയ്യാക വലാ നസ്തഈനു ഇല്ലാ ബിക. ഇവിടെ എന്താ പറഞ്ഞത്? ഇയ്യാക, നിന്നെ മാത്രം എന്ന് ആദ്യം പറഞ്ഞത്, അല്ലാതെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, നഅ്ബുദു ഇയ്യാക അല്ല പറഞ്ഞത്. അതാണ് അറിയിക്കുന്നത്. ഇയ്യാക ആദ്യം സ്ഥിരപ്പെടുത്താൻ, നിന്നെ മാത്രം നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. എന്നിട്ട് വ ഇയ്യാക, നിന്നോട് മാത്രം നസ്തഈൻ വലാ നസ്തഈനു ഇല്ലാ ബിക, നിന്നോടല്ലാതെ ഞങ്ങൾ സഹായം ചോദിക്കില്ല എന്ന് ഉറപ്പിച്ച് പറയണം. ഇത് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. നമ്മൾ സഹായം ചോദിക്കേണ്ടത് എന്തൊരു നമ്മളുടെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള സഹായം ചോദിക്കുന്നതും അള്ളാഹിനോട് മാത്രമായിരിക്കണം. നമ്മൾ ഒരാളോട് ഇതിൽ നിന്ന് എടുത്ത ആ സഹായ ചോദ്യമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീ ആ ചെയറൊന്ന് ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്ന് പറയുന്ന സഹായം നമ്മളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ, മനുഷ്യരുടെ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിക്കുന്ന വിഷയമല്ല ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ, എനിക്ക് രോഗം വന്നു, എൻ്റെ രോഗം മാറ്റി തരണേ എന്നൊരാളോട് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. എൻ്റെ രോഗം മാറ്റി തരണേ ചോദിക്കാൻ പറ്റില്ല. ചികിത്സക്കുള്ള കാര്യങ്ങൾ ചോദിക്കാം, എൻ്റെ രോഗത്തിന് എന്താണ് ഇതിനുള്ള മരുന്ന് തരണേ എന്ന് ചോദിക്കാം. രോഗം മാറ്റി തരല ആരാണ്? അള്ളാഹ് മാത്രം. അപ്പൊ ഇവിടെ ഈ സഹായങ്ങളൊക്കെ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ്. അത് ഒരാളോടും പിന്നെ ചോദിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ചോദിക്കാൻ പറ്റില്ല. പല ആൾക്കാരും നബിയോടൊക്കെ സഹായം ചോദിക്കുന്നുണ്ട്. ബദറിൽ പങ്കെടുത്ത് മരിച്ചു പോയ ആൾക്കാരോട് സഹായം ചോദിക്കുന്നുണ്ട്. നമ്മൾ റമദാനിലൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ്? യാ മൻ ബിഹി ഹല്ലർ റദ വമൻ ബിഹമ്മിൻ നകിദ ഖുൽ നാദിയം മുസ്തൻജിദ യാ അഹ്ല ബദർ ശുഹദ പാട്ടാണ്. ഇതില് ബദറിൽ ശുഹദാക്കളായ ഷഹീദുകളായ ആളുകളോടാ പ്രാർത്ഥിക്കണത്. എന്തേ? പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ വിളിച്ചോളൂ എന്നാണ് പാട്ടിൽ പറയുന്നത്. അൻതും ലനാ ഹിസ്നുൻ ഹസീൻ, നിങ്ങൾ ഞങ്ങൾക്കൊരു കോട്ട കണക്കെയുള്ള ആൾക്കാരാണ്.
വമിൻ ശർരി ശൈത്വാനിൽ ലഈൻ, അതേപോലെ തന്നെ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നൊക്കെയുള്ള രക്ഷയാണ് നിങ്ങൾ ഞങ്ങൾക്ക്. എന്നിട്ട് പറയുന്നത് യാ അഹ്ല ബദർ ശുഹദ, ബദർ ശുഹദാക്കളെ നിങ്ങൾ അവരെ വിളിച്ചു കൊള്ളുക, ബദർ ശുഹദാക്കളെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുറേ ഉണ്ട്, ഒരു പാട്ടൊന്നല്ല, കുറേ ബൈത്തുകളും മൗലൂദുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ 17 തവണ അള്ളാഹു നിർബന്ധമായിട്ട് ഓരോ ദിവസവും നമ്മളോട് ചൊല്ലിപ്പിക്കുന്നത് എന്തുകൊണ്ടറിയോ? അത് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്ത് പറ്റുള്ളൂ, അള്ളാഹിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പറ്റുള്ളൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് എന്ത് ചോദിക്കുകയാണെങ്കിലും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം ചോദിക്കേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വദലീലുൽ ഇസ്തിആദ. ഇനി അടുത്തത് ഇസ്തിആദത്താണ്. ഇസ്തിആദത്ത് എന്നാൽ എന്താണ്? അഭയം ചോദിക്കുക മലയാളത്തിൽ അതിന്റെ അർത്ഥം. ഖൗലുഹു തആല, അതിനുള്ള തെളിവ് എന്താണ്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലഖിന്റെ റബ്ബിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് പറയുക. പ്രഭാതം ഫലഖ്. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, അതേപോലെ ജനങ്ങളുടെ റബ്ബിൽ ഞാൻ എന്ത് ചെയ്യുന്നു? രക്ഷ ചോദിക്കുന്നു എന്ന്. അപ്പൊ ഇതൊക്കെ നമുക്കറിയുന്ന ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ അഭയം ചോദിക്കുന്നു, രക്ഷ ചോദിക്കുന്നു. അപ്പൊ ഇസ്തിആദത്ത് എന്ന രക്ഷ ചോദിക്കലാണ്. രക്ഷ ചോദിക്കൽ അള്ളാഹിനോട് മാത്രമേ പറ്റുള്ളൂ. അഭയം ചോദിക്കൽ അള്ളാഹുവിനോട് മാത്രമേ അത് ചോദിക്കാൻ പാടുള്ളൂ. അപ്പൊ അൽ ഇസ്തിആദ എന്താ അർത്ഥം? തൊലബുൽ ഇആദ, അഭയം അല്ലെങ്കിൽ രക്ഷ ചോദിക്കുക. വഹിയൽ ഹിമായത്തു മിൻ മക്രൂഹ്, വെറുക്കപ്പെട്ട അപകടം പിടിച്ച കാര്യങ്ങളിൽ നിന്ന് സുരക്ഷ ചോദിക്കലാണ് എന്ത്? അൽ ഇസ്തിആദ കൊണ്ട് അർത്ഥമാക്കുന്നത്. അഊദു എന്ന് പറഞ്ഞാൽ യഅനി അൽതജിഉ, ഞാൻ അഭയം പ്രാപിക്കുന്നു, അഭയം ചോദിക്കുന്നു. വഅതസിമു, ഞാൻ മുറുകെ പിടിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം. അപ്പം രക്ഷ ചോദിക്കാന്, അഭയം ചോദിക്കാന്, ശത്രുക്കളാവട്ടെ ആരാവട്ടെ, അതിൽ പിശാചാവട്ടെ, രക്ഷ ചോദിക്കാൻ നമ്മൾക്കുള്ളത് ആരാ? അല്ലാഹ് മാത്രം, അള്ളാഹു മാത്രമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ബിറബ്ബിന്നാസ്, ജനങ്ങളോടല്ല രക്ഷ ചോദിക്കേണ്ടത്, ബിറബ്ബിന്നാസ്, ജനങ്ങളുടെ റബ്ബിനോടാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഇതും മനസ്സിലാക്കണം, അതും ഇബാദത്താണ്. ഇനി ബദലീലുൽ ഇസ്തിഗാസ, ഇസ്തിഗാസയുടെ തെളിവ് ഖൗലുഹു തആല, അല്ലാഹുവിന്റെ വചനം, ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. ബദറിന്റെ സന്ദർഭത്തില് നബിയും സഹാബത്തും അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. ആ സംഭവമാണ് പറയുന്നത്. ഇദ് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ ചോദിച്ചു. ഫസ്തജാബ ലക്കും, അങ്ങനെ നിങ്ങൾക്ക് അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി, അള്ളാഹു ഉത്തരം നൽകി എന്നാണ് അറിയിക്കുന്നത്. അപ്പൊ ഇവിടെ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ? തൊലബുൽ ഗൗസ് ആണ്, സഹായം ചോദിക്കുക. എന്ത് സഹായ? വഹുവൽ ഇൻഖാദു മിനശ് ശിദ്ദതി വൽ ഹലാക്, നാശം അതേപോലെ കാഠിന്യം പിടിച്ച സന്ദർഭങ്ങൾ, വളരെ പരുക്കൻ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഘട്ടങ്ങളിൽ നിന്നുള്ള സഹായം ചോദിക്കലിന് ഇസ്തിഗാസ എന്ന് പറയാം. ഇസ്തിആന പറഞ്ഞാലോ എന്ത് സഹായം ചോദിക്കൽ, എന്ത് ആവശ്യങ്ങൾ, എനിക്കൊരു ജോലി കിട്ടണം, അള്ളാഹിനോടാ ചോദിക്കേണ്ടത്. എനിക്ക് എന്താണ് വേറെ എന്തെങ്കിലും സഹായങ്ങൾ കിട്ടണം, അള്ളാഹിനോടാ ചോദിക്കേണ്ടത്. ഇവിടെ ഇസ്തിഗാസ പറഞ്ഞാൽ എന്താ? ഷിദ്ദത്ത് വൽ ഹലാക്, അപകടങ്ങളും യുദ്ധങ്ങളും കെടുതികളും അതേപോലെയുള്ള നാശകരമായിട്ടുള്ള സന്ദർഭങ്ങളിൽ നിന്നുള്ള ചോദ്യം, സഹായം തേടൽ, അത് അള്ളാഹിനോട് മാത്രം. അതിന്റെ പേരാണ് അൽ ഇസ്തിഗാസ. അപ്പം ഇസ്തിആന, ഇസ്തിആദ, ഇസ്തിഗാസ, ഇത് മൂന്നും വേർതിരിച്ച് മനസ്സിലാക്കുക. ഇസ്തിആന സഹായം ചോദിക്കുക, എല്ലാ സഹായം ചോദിക്കലും അതിൽ ഉൾപ്പെടും. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ അഭയം ചോദിക്കുക, പിശാചിൽ നിന്നും അതേപോലെ എന്തിൽ നിന്നാണോ അഭയം ചോദിക്കാനുള്ളത് അള്ളാഹിനോട് ചോദിക്കാം. പിന്നെയോ വൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സന്ദർഭങ്ങൾ, കാഠിന്യം പിടിച്ച ഘട്ടങ്ങൾ, ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് എന്ത് ചെയ്യുക? സഹായം ചോദിക്കണം. ആ സഹായം ചോദിക്കലിന്റെ പേരാണ് അൽ ഇസ്തിഗാസ എന്നുള്ളത്. അതാണ് ബദറിൽ അവർക്ക് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടമാണ്. കാരണം ഭയങ്കര ശത്രുക്കളാണ്, എല്ലാ പടക്കോപ്പുകൾ അവരുടെ കയ്യിലുണ്ട്. ഇവരെടുത്താണെങ്കിലോ മുസ്ലിങ്ങളുടെ കയ്യിലോ ഒന്നുമില്ല. ആ സന്ദർഭത്തിൽ അവർ ഇസ്തിഗാസ നടത്തുക, ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞ വാക്ക് അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയില്ലേ? ഫസ്തജാബ ലക്കും,
നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന്. അപ്പം പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പം അള്ളാഹുവിനോടാണ് സഹായം ചോദിക്കേണ്ടത് എന്ന പാഠവും കൂടി ഇതിലുണ്ട്. ഇതിന് നമുക്ക് ഖുർആനിൽ ഒരുപാട് തെളിവുണ്ട്. മക്കാ മുശ്രിക്കുകൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹിനോടാണ് പ്രാർത്ഥിച്ചിരുന്നത്. ബദറിന്റെ തലേന്ന് അബൂജഹലും പ്രാർത്ഥിച്ചത് എന്താ? സത്യത്തിന്റെ കക്ഷിയെ വിജയിപ്പിക്കണം അള്ളാഹുവേ എന്നാ പ്രാർത്ഥിച്ചത്. അതേപോലെ അവർ കടലിലും മറ്റൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? അവർ പ്രാർത്ഥിക്കുക അള്ളാഹിനോടാ. അത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവർ അള്ളാഹുവിന് ഭയങ്കരമായിട്ട് കീഴൊതുങ്ങിയിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ അവർ രക്ഷപ്പെട്ട് കരയിലേക്ക് എത്തിയാലോ പിന്നെ അവര് അതിൽ വിട്ട് പ്രവർത്തിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നത്. അപ്പം ഇസ്തിഗാസ അത് ശരിക്കും നമ്മൾ അറിയണം. പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹിനോട് മാത്രം ചോദിക്കണം എന്നതാണ് ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇത് അറിയാം. ഇനി നോക്കിയതിലൊരു നോട്ട്, അൽ ഇസ്തിആനത്തു വൽ ഇസ്തിആദത്തു വൽ ഇസ്തിഗാസ. ഈ ഇസ്തിആനയും ഇസ്തിആദയും ഇസ്തിഗാസയും വശഫാഅത്തു, ശഫാഅത്ത് അഥവാ ശുപാർശ, തസിഹു അൻ തുത്ലബ മിനൽ മഖ്ലൂഖി, അത് സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുന്നവയും ഉണ്ട്. ഏത്? ഇപ്പൊ ഇസ്തിആന സഹായം ചോദിക്കാം, ഒരു ചായ കൊണ്ടുവരൂ, അതൊരു ഇസ്തിആനയാണ്, അത് സൃഷ്ടികളോട് ചോദിക്കാം. വൽ ഇസ്തിആദ അഭയം ചോദിക്കാം, ശത്രു പിന്നാലെ ഓടി വരുമ്പോൾ ഒരു വീട്ടിൽ കയറിയിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം പറയാം, അത് അഭയം ചോദിക്കല. വൽ ഇസ്തിഗാസ അതേപോലെ തന്നെ ശത്രുക്കൾ ഒന്നടങ്കം നമ്മെ ആക്രമിക്കാൻ വരുമ്പം നമ്മളുടെ കഴിവുള്ള നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എന്ത് ചെയ്യുക? ഇവരിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറയാം. അത്തരത്തിൽ ഫീമാ യഖ്ദിറു അലൈഹി, അപ്പം അവർക്ക് കഴിയുന്ന സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യങ്ങൾ അവരോട് ചോദിക്കാൻ പറ്റും. പക്ഷേ അതിന് 4 ഷർത്തുകളുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട 4 ഷർത്തുകൾ. ബി അർബഅത്തി ശുറൂത്തിൻ, 4 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ഇസ്തിആന, ഇസ്തിആദ, ഇസ്തിഗാസ, ശഫാഅത്ത്, ഇതിന്റെ പദങ്ങളാണ് കേട്ടോ പറയുന്നത്. ഇതിൽ ആ കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റിയത് 4 നിബന്ധനകൾ ഉണ്ടെങ്കിൽ പറ്റും. ഒന്നെന്താ? അയ്യക്കൂന ഹയ്യൻ, ജീവിച്ചിരിക്കുന്ന ആളോട് ചോദിക്കണം. 2 വഹാദിറൻ, ആള് മുമ്പിൽ ഉണ്ടായിരിക്കണം. വഖാദിറൻ, അവന് ഈ പണി കഴിയണം. അവനോട് എന്താണോ പറയണത് ആ കാര്യം അവന് കഴിയണം. അതേപോലെ വസബബൻ, അതൊരു സബബായിട്ട് മതം ഏർപ്പെടുത്തിയതായിരിക്കണം, ഒരു കാരണമായിട്ട് നിശ്ചയിച്ചതാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സഹായിക്കാൻ പറ്റും, അത് ഇസ്ലാം നിർണയിച്ചതാ, ഒരാളെ സഹായിക്കാം. ആ നിലക്ക് അവനോട് എന്ത് ചെയ്യുക? എനിക്ക് ഇന്നൊരു ജോലി കിട്ടണം, എനിക്കൊന്ന് റെക്കമെൻഡ്, ശുപാർശ ചെയ്യണം എന്ന് പറയാൻ പറ്റും. പക്ഷേ അവൻ മരിച്ചു പോയ ഒരാളോട് എനിക്ക് ആ ജോലി കിട്ടണം എന്ന് പറഞ്ഞാലോ അത് ശിർക്കായി. ഇതാണ് ഈ 4 നിബന്ധനകൾ പാലിച്ചാൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കാം. ആ 4 ഷർത്തുകൾ എന്തൊക്കെയാണ്? ജീവിച്ചിരിക്കുന്ന ആളോടായിരിക്കണം ചോദിക്കേണ്ടത്. ജീവിച്ചിരുന്നാൽ മാത്രം പോരാ, അവൻ ഹാലിറായിരിക്കണം, നമ്മളെ മുമ്പിലുണ്ടാവണം, നമുക്ക് ചോദിക്കാൻ പറ്റിയ പരിധിയിലുള്ള ആൾക്കാരായിരിക്കണം. വഖാദിറൻ, അവന് അത് ചെയ്യാൻ പറ്റും വേണം. അവന് പറ്റാത്ത കാര്യം എന്ത് ചെയ്യാ? എനിക്കിപ്പോ ഇന്ന് ഹജ്ജിനോട് എന്നെ ഇപ്പൊ മക്കയിൽ കൊണ്ടാക്കണേ എന്ന് പറയാൻ പറ്റില്ല, അത് അവന് കഴിയില്ല. ഇപ്പൊ മക്കയിലേക്ക് എന്നെ എത്തിക്കണം, ഇപ്പൊ അങ്ങനെയൊക്കെയല്ലേ CM അടവൂരിനോടൊക്കെ ചോദിക്കേണ്ടത്, എന്ത് പറഞ്ഞാൽ അപ്പൊ ഉടനെ പ്രതിവിധിയാണ്. അപ്പൊ ഈ നിലക്ക് ഖാദിറൻ, അവന് കഴിയുന്ന കാര്യങ്ങൾ അവനോട് ചോദിക്കാം. വസബബൻ, അത് ഒരു മതപരമായിട്ട് കാരണമായിട്ട് നിർണയിച്ച കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് സബബായിട്ട് നിർണയിച്ചതിൽ മാത്രം ഇപ്പൊ ജിന്നിനോടുള്ള സഹായത്തായിട്ട് അത് പറ്റൂല. കാരണം എന്താ? അതിനെ സബബാക്കിയിട്ടില്ല, അതുകൊണ്ടാ അത് പാടില്ല എന്ന് പറയുന്നത്. പല പണ്ഡിതന്മാരും അതിനെ വിമർശിച്ചതും അതിൽ ഒരുപാട് ഗവേഷണങ്ങളൊക്കെ നടത്തി അത് ഏറ്റവും ചുരുങ്ങിയത് അത് പാടില്ല, അതിലേക്ക് അടുക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതൊരു സബബല്ലാത്തത് കൊണ്ടാണ്. നമുക്ക് സൃഷ്ടികൾ നമ്മൾ തമ്മിൽ കാണുന്ന മുമ്പിലുള്ള ഹാദറാണെന്ന് ഉറപ്പുള്ള, മുമ്പിലുള്ള ആൾ കൃത്യമാണ് എന്ന് ഉറപ്പുള്ള അങ്ങനത്തെ ആൾക്കാരോടാണ് ചോദിക്കാൻ സബബാക്കിയിട്ടുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഏതായാലും മനസ്സിലാക്കി വെക്കുക. അങ്ങനെ
അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് അൽ ഇസ്തിആന വൽ ഇസ്തിആദ വൽ ഇസ്തിഗാസ വശഫാഅ, ഇത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അത് നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുകയാണെങ്കിൽ 4 ഷർത്തുകളുണ്ട്. ആ ഷർത്തുകളാണ് ഹയ്യ്, ഹാദിർ, ഖാദിർ, സബബ്. ഈ കാര്യങ്ങൾ ഇതുണ്ടെങ്കിൽ എന്തല്ല, അത് ഷിർക്കാവൂല. കാരണം മുമ്പിലുള്ള ഒരാളുടെ ഒരു കാര്യം ചോദിക്കുന്നത് അത് ഷിർക്കല്ല, അത് നമുക്ക് മതപരമായിട്ട് അനുവദിച്ചതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന കാര്യങ്ങളാണ്. പക്ഷേ കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായിട്ട് മരിച്ച ആൾക്കാരോട്, അതേപോലെ ഹാജറില്ലാത്ത ആളുകളോട്, അവരെ കഴിവിൽപ്പെടാത്തത്, അള്ളാഹു സബബാക്കി നിശ്ചയിക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ അത് വലിയ തെറ്റാണ്, ശിർക്കായിട്ട് മാറും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി വദലീലു ദബ്ഹി, അറവ്, ബലിയുടെ തെളിവ്. ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ വാക്കാണ്. ഖുൽ ഇന്ന സ്വലാത്തി, പറയുക നിശ്ചയം എൻ്റെ നമസ്കാരം, വനുസുക്കി, എൻ്റെ ആരാധനാ കർമ്മങ്ങൾ, വമഹിയായ, എൻ്റെ ജീവിതം, വമമാതി, എൻ്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് ലോകരക്ഷിതാവായ റബ്ബിനുള്ളതാകുന്നു. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. ഇതാണ് അതിൻ്റെ തെളിവ്, ബലിയുടെ തെളിവാണ്. ഇതിലെ ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി, ആ നുസുക്ക് എന്നുള്ളതിനെ ബലി അഥവാ ആ ആരാധനാ കർമ്മം എന്നുള്ളതിൽ ബലിയാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ വമിന സുന്ന, തെളിവ്, സുന്നത്തിൽ നിന്നുള്ള തെളിവ്, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് ബലി അറുക്കുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത് അതിൻ്റെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ എന്താണ്, തെളിവാണ്. ലഅനല്ലാഹ്, അല്ലാഹ് ശപിച്ചു, മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാത്ത ആർക്ക് വേണ്ടി ബലിയർത്താലും, അത് ജാറാണെങ്കിലും മഹത്തുക്കൾക്ക് വേണ്ടിയാണെങ്കിലും ആർക്കാണെങ്കിലും, ബദരീങ്ങളാണ്ടിന് ബദരീങ്ങൾക്ക് വേണ്ടി അർത്താലും ഒന്നും പാടില്ലാത്തതാണ്. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, അല്ലാത്തവർക്ക് വേണ്ടി, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ട് ആര് ബലിയറുക്കുന്നുവോ അവൻ അല്ലാഹ് ശപിച്ചിരിക്കുന്നു. അത് ദബ്ഹ് എന്ന് പറഞ്ഞാൽ ഇസ്ഹാഖുർ റൂഹ്, റൂഹിനെ എന്ത് ചെയ്യാൻ, ഇതാക്കുക, ബലിയറുക്കുക. ബി ഇറാഖത്തിദ്ദം, രക്തം ചിന്തിക്കൊണ്ട്, അല വജിഹിൻ മഖ്സൂസിൻ, അതിന് പ്രത്യേകമായ രീതിയിൽ കൃത്യമായിട്ടുള്ള രൂപത്തിലായിരിക്കണം അത് ചെയ്യേണ്ടത്. അപ്പം ഇനി ഇതിൻ്റെ യൻഖസിമു ദബ്ഹു ഇലാ സലാസത്തി അഖ്സാം, 3 തരത്തിലുള്ള ബലിയുണ്ട്. ബലി 3 ഇനമുണ്ട്. ഒന്ന് ദബ്ഹുൻ ലില്ലാഹ്, അള്ളാഹുവിനുള്ള ബലിയാണ്. കൽ ഹദി, അത് ഹദി, ഹജ്ജിലൊക്കെ ഉള്ള ബലി. വൽ ഉദ്ഹിയ, ഉദ്ഹിയത്ത്, വസ്സദഖ, പിന്നെ ദാനധർമ്മത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ബലി അറുത്ത് വിതരണം ചെയ്യാം. ഇത്
വദബുഹൻ ലിഗൈരില്ല, രണ്ടാമത്തെ ബലി അല്ലാത്തവർക്കുള്ള ബലിയാണ്. മഹബ്ബത്തൻ വ തഅലീമൻ, എന്തിനു വേണ്ടിയിട്ടാ? സ്നേഹത്തോടെയും മഹത്വപ്പെടുത്തിക്കൊണ്ടും. കദ്ദബ്ഹിലിൽ ജിന്ന്, ഏതെങ്കിലും ജിന്നിന് വേണ്ടി ബലിയറുക്കുക. വസ്ഹാബിൽ ഖുബൂർ, ഖബറിലുള്ള ആൾക്ക് വേണ്ടി ബലിയറുക്കുക. വഹാദാ ശിർകുൻ അക്ബർ, ഇത് വലിയ ശിർക്കാണ്. ഇനി ദബുഹൻ മുബാഹ്, അനുവദനീയമായിട്ടുള്ള ബലി. കശാത്തിൽ ലഹം, ഇറച്ചിക്ക് വേണ്ടിയിട്ട് ബലിയറുക്കുക. വ ഇക്രാമി ദ്വൈഫ്, അതേപോലെ തന്നെ അതിഥിയെ ആദരിക്കാൻ വേണ്ടി ബലിയറുക്കുക. വ തിജാറ, കച്ചവടത്തിന് വേണ്ടിയിട്ട് ബലിയറുക്കുക. ഈ കാര്യങ്ങൾ ആണ് ബലിയിൽ. ഒന്ന് അള്ളാഹ്ക്കുള്ള ബലിയാണ്. അത് ഹജ്ജിൽ മുത്തമത്തിയായി ഹജ്ജ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്യും? ബലി അറുക്കണം. അതേപോലെ കാരിനായിട്ട് ഹജ്ജ് ചെയ്യുന്ന ആളും എന്ത് ചെയ്യണം? അവൻ ബലി അറുക്കണം. ഇഫ്രാദായിട്ട് മുഫ്രിദായിട്ട് ഹജ്ജ് മാത്രം ചെയ്യുന്ന ആൾക്ക് ബലിയില്ല. പിന്നെ ഹജ്ജിൽ തന്നെ എന്തുണ്ട്? പ്രായശ്ചിത്തത്തിന്റെ ബലികളുണ്ട്, ഉദ്ഹിയ്യത്തുണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ബലികൾ. അപ്പം അള്ളാഹ്ക്കുള്ള ബലി അതാണ്, അത് ഇബാദത്തായിട്ടുള്ള ബലിയാണ്. രണ്ടാമത്തതോ, അത് മറ്റുള്ള ആളുകളെ, അല്ലല്ലാത്തവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ബലിയറുക്കുക. അതാരാവട്ടെ, സൃഷ്ടികള്, ജിന്നാവട്ടെ, മനുഷ്യന്മാരാവട്ടെ, മഹത്തുക്കളാവട്ടെ, ഇത് ഷിർക്കുൻ അക്ബറാണ്. ദബുഹൻ മുബാഹ് എന്ന് പറഞ്ഞാൽ അനുവദനീയമായിട്ടുള്ളതാണ്. നമ്മൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇക്റാം ദൈഫ്, അതിഥിയെ ആദരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ എന്ത് ചെയ്യാം? ബലി അറുക്കാൻ പറ്റും. അപ്പം ബലിയുടെ ഇനങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അഖീഖ അത് ഇബാദത്താണ്. അഖീഖ അറുക്കൽ ഇബാദത്താണ്. നമ്മളെ കുട്ടി ജനിച്ചാൽ 7ാമത്തെ ദിവസം ബലി അറുക്കുക. അപ്പോൾ അതൊക്കെ അള്ളാഹ്ക്കുള്ള ബലിയുടെ ഇനത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഇന്ന് അത്ര മതി, നമ്മൾക്ക് ദബ്ഹ് വരെ. ഇനി അടുത്തത് നെദറാണ്. ലാസ്റ്റ് ആരെങ്കിലും ഒന്ന് എഴുതി വെക്കണം. നെദർ, നേർച്ച. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അത് നമുക്ക് എടുക്കാം. എന്തായാലും പെട്ടെന്ന് തീർക്കാം ഇനി ഈ ഒരു ഗ്രന്ഥം. പിന്നെ നമുക്ക് ഫിഖ്ഹോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥം തുടങ്ങും ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.